ഹായ് ഓൾ. ഒരുപാട് സമയം നമ്മൾ പഠിച്ചിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുക എന്നുള്ളത് അത് നമ്മളെ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? സോ ഇന്ന് പറയാൻ പോകുന്ന ഒരു സ്റ്റഡി ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാനും സാധിക്കും. അതിലെ ഫസ്റ്റ് ടിപ്പാണ് അണ്ടർസ്റ്റാൻഡ് എവറി കോൺസെപ്റ്റ് ഡീപ്ലി. നമ്മളിപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്നുള്ളൊരു ഇല്യൂഷൻ നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. ഇതെന്നുള്ളത് തീർത്തും വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിനെ ഓർത്തു വയ്ക്കാൻ സാധിക്കും. നേരെ മറിച്ച് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വെറുതെ പഠിച്ചു പോവാതെ അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി നമ്മൾ പ്രോബ്ലം പേപ്പറൊക്കെ പഠിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഫാക്ടറൈസേഷൻ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഹയർ ലെവൽ കൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ പഠിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതൊന്നും പഠിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാനും സാധിക്കുകയുള്ളൂ. ടിപ്പ് നമ്പർ 2, റിപ്പീറ്റേഷൻ ഈസ് ദ കീ. നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അതൊക്കെ നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് സ്വന്തമായി ഉണ്ടാക്കി നോക്കുക. ഇതെന്നുള്ളത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ പല ആംഗിളിൽ നിന്ന് ആ ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 3, എക്സ്പ്ലെയിൻ ടു അതേഴ്സ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ മറ്റുള്ളവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ സെമിനാറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുത്ത ഒരു ഭാഗം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ലൈഫ് ലോങ് മൊത്തം മറക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾ പഠിക്കുമ്പോഴും ഉപയോഗിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അവയെ നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാനും സാധിക്കും. ടിപ്പ് നമ്പർ 4, മേക്ക് ഓഡിയോ നോട്ട്സ്, വാച്ച് എ വീഡിയോ റിലേറ്റഡ് ടു ദ ടോപ്പിക്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിലൊന്ന് റെക്കോർഡ് ചെയ്ത് പിന്നീട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെയൊക്കെ ഒന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ യൂട്യൂബിലൊന്ന് കണ്ടു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിനേക്കാളും നമ്മുടെ ബ്രെയിന് ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കുക പിക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ 2 മണിക്കൂറിലൊരു മൂവി കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ സീൻ ബൈ സീൻ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നത്. ഇവിടേക്ക് ആക്റ്റീവ് ആവുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. സോ സ്റ്റഡീസിലും നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 5, റൈറ്റ് ഇറ്റ് ഡൗൺ. സ്റ്റഡീസ് പറയുന്നത് നമ്മൾ പഠിച്ച പകുതിയിലേറെ കാര്യങ്ങളും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ്. ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒരു സമ്മറി പോലെ നമ്മളുടെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച 70% കാര്യങ്ങളെയും നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നുള്ള ആ ഒരു ഇല്യൂഷൻ നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ആകുമെന്നുള്ളത്. ആ ഒരു ഇല്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് എഴുതി നോക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഇല്യൂഷൻ പോയിട്ട് നമ്മളുടെ മനസ്സിൽ കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെയൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. 1-2 വരിയിൽ ചെറിയ രീതിയിൽ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നീട് നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം ആ ഒരു പുസ്തകം എടുത്ത് അതിലുള്ള ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ
ആ ഒരു ചാപ്റ്ററിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. സോ ഈ 5 ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. Okay, thanks for watching. It's me Srihari signing off. Bye all.